നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകളിലേക്ക്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നിയമസഭയിലെ സത്യപ്രതിജ്ഞയിലും പേരിന്റെ പൂർണ്ണരൂപം ആവർത്തിച്ച് വി ഡി സതീശൻ. പിണറായി വിജയന് ഹസ്തദാനം നൽകി ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. ജി സുധാകരന് ചിരിച്ചു കൈകൊടുത്ത് പിണറായി വിജയൻ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് സന്ദീപ് വാര്യർ. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞ് ചാണ്ടി ഉമ്മൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. മത്സരിക്കാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ. BJP MLAമാർ നിയമസഭയിലെത്തിയത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം. എറണാകുളം പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ പ്രതിഷേധം ശക്തമാക്കി CPM. സർവേ പൂർത്തിയാക്കുന്നതുവരെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്ന് P. രാജീവ്. കോടതി വിധിയുടെ മറവിൽ കുടുംബങ്ങളെ കടന്നാക്രമിക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന്. സാമ്പത്തിക ഇന്ധന മേഖലകളിൽ നിർണായക ചർച്ച. മന്ത്രിസഭാ പുനഃസംഘടനയും പ്രധാന വിഷയം. IPL ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്നത്തെ മത്സരം നിർണായകം. തോറ്റാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ്. ധോണി കളിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. 16ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രതിജ്ഞയെടുത്തത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എഴുന്നേറ്റപ്പോൾ ഡെസ്കിലടിച്ച് സന്തോഷം പങ്കുവച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജി സുധാകരനും പിണറായി വിജയനും ഹസ്തദാനം ചെയ്തതും ശ്രദ്ധേയമായി. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. I, Sandeep Vaiyar, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ് സഭയിൽ നിന്ന്. അൻഫിട്ട്, 16ാം കേരള നിയമസഭയിലെ ഇന്നത്തെ സത്യപ്രതിജ്ഞ, സാമാജികരുടെ സത്യപ്രതിജ്ഞ, അവിടെ നടന്ന കാര്യങ്ങൾ ഏറെ പ്രത്യേകത തോന്നി, അപൂർവത തോന്നി, പലതും.
തീർച്ചയായും ഇന്ന് 140 അംഗങ്ങളും ഇന്ന് പ്രൊട്ടസ്റ്റ് സ്പീക്കർ ജി സുധാകരന് മുൻപാകെയാണ് 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ പൂർണ്ണ പേര് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ എടുത്തു പറഞ്ഞത് വടശ്ശേരി ദാമോദര മേനോൻ സതീശ്വരൻ എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി അദ്ദേഹം ആവർത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ തന്നെയായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞാ ദിനത്തിലെ മറ്റൊരു ആകർഷണം. പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രൊട്ടസ്റ്റ് സ്പീക്കറായ ജി സുധാകരൻ അടുത്തേക്ക് എല്ലാ അംഗങ്ങളും പ്രൊട്ടസ്റ്റ് സ്പീക്കറുടെ അടുത്തേക്ക് ചെയ്യുന്നു, ഹസ്തദാനം നൽകുന്നു, അല്ലെങ്കിൽ അഭിവാദ്യം സ്വീകരിച്ചു മടങ്ങിപ്പോകുന്നു. എന്നാൽ പിണറായി വിജയൻ അത് ചെയ്യുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ പതിവ് തെറ്റിക്കാതെ പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രൊട്ടസ്റ്റ് സ്പീക്കറായിരുന്ന ജി സുധാകരന്റെ അടുത്തേക്ക് പോകുന്നു. ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരുവരും ഹസ്തദാനം ചെയ്യുന്നു. സ്നേഹത്തോടുകൂടി ഇരുവരും സന്തോഷത്തോടുകൂടി അഭിവാദ്യം ചെയ്താണ് പിണറായി വിജയൻ തിരിച്ച് തന്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നത്. അതോടൊപ്പം തന്നെയും CPM-ന്റെ പാളയത്തിൽ നിന്ന് കലാപക്കൊടി ഉയർത്തി പുറത്തു വന്ന മറ്റ് കമ്മ്യൂണിസ്റ്റ് കരുത്തന്മാരായ TK ഗോവിന്ദനും പയ്യന്നൂർ MLA ആയ V കുഞ്ഞികൃഷ്ണൻ, ഇവർ രണ്ടുപേരും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രതിപക്ഷ പിണറായി വിജയന്റെ അരികിലേക്ക് വന്ന് അത് TK ഗോവിന്ദൻ അതെ പിണറായിക്ക് ഹസ്തദാനം നൽകുന്നു. ഒപ്പം തന്നെ V കുഞ്ഞികൃഷ്ണൻ പിണറായിയെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്, സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെയും സത്യപ്രതിജ്ഞയിൽ BJP അംഗങ്ങൾ 3 BJP അംഗങ്ങൾ ഇക്കുറി കേരള നിയമസഭയിലുണ്ട് എന്നത് ഏറ്റവും പ്രത്യേകത തന്നെയാണ്. അതിൽ BJP 3 പേരും ദേവനാമത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റത് ഇടത് അംഗങ്ങൾ ഒക്കെ തന്നെയും ഇടത് അംഗങ്ങളും ഒപ്പം UDF ക്യാമ്പിലെ RSP അതോടൊപ്പം തന്നെ RMP ഒപ്പം CMP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റെല്ലാ അംഗങ്ങളും ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ മറ്റൊരു വേറിട്ട ശബ്ദമായത് സന്ദീപ് വാര്യർ സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടന ഉയർത്തിപ്പിടിച്ച് തന്റെ വലതു കൈയിൽ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സന്ദീപ് വാര്യർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒപ്പം തന്നെയും K മുരളീധരൻ, രമേശ് ചെന്നിത്തല, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള മാത്യു കൊഴുനാടൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. എന്നാൽ MLA ആയ F രാജ തമിഴിലാണ് സത്യവാചകം ചൊല്ലിയത്. ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് ഇത്തവണ പല കൗതുക കാഴ്ചകളും ഇത്തവണ ഈ 16ാം കേരള നിയമസഭയിലുണ്ട് എന്നത് എടുത്തു പറയേണ്ടത് തന്നെ. അതിൽ ആദ്യം പറയുന്നത് ഈ BJP MLA-മാരുടെ സാന്നിധ്യം തന്നെയാണ്. 3 BJP MLA-മാരുമായാണ് ഇത്തവണ കേരള നിയമസഭയിൽ BJP തന്റെ സാന്നിധ്യം ചരിത്രം തിരുത്തി കുറിക്കുന്നത്. അതോടൊപ്പം തന്നെയും ലീഗിന്റെ ശബ്ദമായി ഒരു വനിതാ ശബ്ദം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഫാത്തിമ തഹ്ലിയയിലൂടെ ഒരു ലീഗിന്റെ വനിതാ ശബ്ദം ഉണ്ടാകുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് രമേശ് പിഷാരടി, ഈ നിയമസഭയിലെ ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് രമേശ് പിഷാരടി തന്നെയാണ്. അദ്ദേഹം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പാണല്ലോ. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥിയായി AC മൊയ്തീനും അല്ലെ, NDA സ്ഥാനാർത്ഥിയായി BB ഗോപകുമാറും. തീർച്ചയായും നാളെയാണ് സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പ്. അതിൽ UDF-ന്റെ നിരയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഒപ്പം തന്നെയും ഇടത് ക്യാമ്പിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥിയായി AC മൊയ്തീനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ NDA ചാത്തന്നൂരിലെ BB ഗോപകുമാർ മത്സരിക്കും. നാളത്തെ ചടങ്ങെന്ന് പറയുന്നത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ഈ പ്രൊട്ടസ്റ്റ് സ്പീക്കറുടെ ജി സുധാകരന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും. അതിനുശേഷം സ്പീക്കറായി പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്പീക്കറായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കുക. അതോടുകൂടി നാളത്തെ ചടങ്ങും കഴിയുകയാണ്. സഭാ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ഈ 2 ദിവസവും സഭ ചേരുന്നത് നമുക്കറിയാം MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതിനുശേഷം സഭ പൂർണ്ണതോതിൽ പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള സഭ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അത് 29ാം തീയതിയാണ് സഭ ചേരുന്നത്. 29ാം തീയതി സഭ ചേരുന്നതിന് മുന്നോടിയായി സ്പീക്കറായി പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്പീക്കർ ഔദ്യോഗികമായ വാർത്താ സമ്മേളനം നടത്തുകയും കലണ്ടറിന്റെ സമയ തീയതി ക്രമങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 5ാം തീയതിയായിരിക്കും സഭ പുതിയ സർക്കാരിന്റെ ബജറ്റ് എന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പുതിയ സ്പീക്കറുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകും. എന്തായാലും നാളെ കഴിഞ്ഞാലുടനെ 29ാം തീയതി നയപ്രഖ്യാപനത്തോടുകൂടി തന്നെയാകും ഇനി സഭ പുതിയ സർക്കാരിന്റെ സഭ ആരംഭിക്കുന്നത്. ശരി, അൻഫിൽട്ടാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 140 സാമാജികരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എന്നും വ്യത്യസ്തതകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചാണ്ടി ഉമ്മൻ ഇന്നും പതിവ് തെറ്റിച്ചില്ല. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് നിയമസഭയിൽ എത്തിയത് സൈക്കിൾ ചവിട്ടിയാണ്. കഴിഞ്ഞ തവണ നടന്നു വന്ന ചാണ്ടി ഉമ്മൻ ഇത്തവണ സത്യപ്രതിജ്ഞ എത്തിയത് സൈക്കിളിലാണ്. ഉമ്മൻചാണ്ടിയോട് ചിത്രം പതിച്ച ഷർട്ടും പാൻറ്റും ധരിച്ച് വേഷത്തിലും ചാണ്ടി വ്യത്യസ്തനായി. സത്യപ്രതിജ്ഞയുടെ ദിവസം സൈക്കിൾ വരാനുള്ള തീരുമാനം. ഞാൻ ഈ സൈക്കിൾ പ്രചരണം നടത്തിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ജയിച്ചത്.
അപ്പോൾ സൈക്കിളിൽ വരുന്നതിനൊരു അസ്വാഭാവികതയില്ല. പ്രതിഷേധമാണോ എന്ന ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ ഇവിടുത്തെ ഒരു MLA ആണ്, 140 പേരിൽ ഒരാള്. ഇതൊരു പ്രതികാരമില്ല. ഇങ്ങനെ വാർത്തകളുണ്ട്. നിങ്ങൾ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. മുദ്രാവാക്യം മുഴക്കി അണികളും ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വ്യത്യസ്തത പുലർത്തിയ MLA ആയിരുന്നു ചാണ്ടി ഉമ്മൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സും പോസ്റ്ററും ഒഴിവാക്കിയായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രചാരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ BJPക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയാവും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് 3 BJP MLAമാരും നിയമസഭയിലേക്ക് എത്തിയത്. രാവിലെ BJP ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് MLAമാരായ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BB ഗോപകുമാർ എന്നിവർ പാളയത്തേക്ക് എത്തിയത്. നാടിന്റെ വികസനവും അഴിമതിരഹിത ഭരണവുമാണ് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭയിൽ ഇത്തവണ BJP പുതിയ ചരിത്രവും എഴുതും. ഇന്നു മുതൽ അസംബ്ലിൻ്റെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനാണ് ഈ 3 MLAമാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 MLAമാരും ഘോഷയാത്രയായി നിയമസഭയിലേക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും കുടുംബവും സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ കല്ലേറ്. TK ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിനിടെ ബസ് കോഴിക്കോട് പന്തീരങ്കാവിൽ എത്തിയപ്പോഴാണ് കല്ലേറുണ്ടായത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കല്ലേറിൽ ബസിന്റെ സൈഡ് ഗ്ലാസ് തകർന്നു. ആർക്കും പരിക്കില്ല. ഉടൻ തന്നെ ബസ് നിർത്തി പന്തീരങ്കാവ് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുകയാണ് പ്രധാന അജണ്ട. കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തിയിരുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പിണറായിയെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയാണെന്നും തീരുമാനം പുനഃപരിശോധിക്കാൻ ആരും പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. PBയുടെ അംഗീകാരത്തോടുകൂടി ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ നടത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എറണാകുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് CPM. ആദിവാസി ക്ഷേമസമിതി ഉൾപ്പെടെയുള്ള സംഘടനകളെ നേതൃത്വത്തിൽ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരം ഒരു പോലീസ് നടപടി ആരും പ്രതീക്ഷിച്ചില്ല എന്ന് രാജീവ് പറഞ്ഞു. ഇത്രകാലം LDF സർക്കാർ എന്തു ചെയ്തുവെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത്രകാലം ഈ ജനങ്ങൾ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞു. അതാണ് LDF സർക്കാർ അവർക്ക് കൊടുത്ത വാക്കെന്നും രാജീവ് പറഞ്ഞു. സർവേ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ തുടർ നടപടികൾ അനുവദിക്കില്ല എന്നും രാജീവ് കൂട്ടിച്ചേർത്തു. വളരെ ക്രൂരമായിട്ടാണ് പോലീസ് പെരുമാറിയിട്ടുള്ളത്. ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. കോടതി വിധി വന്നു. ഇപ്പോൾ നേരത്തെ ശ്രീനിജൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ വന്ന് പോലീസും എല്ലാമായി കുടിയൊഴിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അന്ന് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒരാളെന്ന നിലയിൽ അന്നത്തെ ജില്ലാ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അരിയത്ത്കാവിൽ പട്ടയം ഇല്ലാതെ പുറമ്പോക്കിൽ താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം നൽകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യ അപേക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം ഉയർന്നു വന്നത്. ഇത് പരിഹരിക്കാനാണ് LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കോടതി വിധിയുടെ മറവിൽ കുടുംബങ്ങളെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് നടന്നത്. CPM-ഉം LDF-ഉം ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 19.5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് റെക്കോർഡിൽ ഗവൺമെൻറ് പുറമ്പോക്കാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇവർക്കെല്ലാം പട്ടയം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് വരികയായിരുന്നു. ഇവിടെ കുന്നത്തുനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയപ്പെടുത്തി ഒഴിപ്പിക്കാനാണ് പോലീസ് നടപടി ഉണ്ടായത്. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരുമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാജേഷ് കുമാർ, P. വിശ്വനാഥൻ എന്നിവരാണ് വിജയ് സർക്കാരിലെ കോൺഗ്രസ് മന്ത്രിമാർ. 5 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ടാവുന്നത്. ആകെ 234 നിയമസഭാംഗങ്ങളുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിൽ 36 അംഗങ്ങൾ വരെയാകാം. നിലവിൽ മുഖ്യമന്ത്രിയും 32 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന് ചേരും. വിദേശ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ രാജ്യത്തെ സാമ്പത്തിക ഇന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിർണായകമായി ചർച്ച ചെയ്യും. 3ാം മോദി സർക്കാരിന്റെ 2ാം വാർഷികത്തിന് മുൻപായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ചർച്ചയാവും. വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ സേവാതീർത്ഥിൽ വെച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ചേരും. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളും തീരുമാനവും ഉണ്ടായേക്കും. എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരോടും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരോടും സഹമന്ത്രിമാരോടും ഡൽഹിയിൽ തന്നെ തുടരാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി നേരിടാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിതല സമിതിക്ക് നേരത്തെ രൂപം നൽകിയിരുന്നു. 5 വിദേശ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടനെയാണ് പ്രധാനമന്ത്രി സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തത്. 3ാം മോദി സർക്കാരിന്റെ 2ാം വാർഷികത്തിനു മുൻപായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ചർച്ചയാകും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വിലയിരുത്തലുണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡോളറിനെതിരായ വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് ആശ്വാസ ദിനം. 52 പൈസ നേട്ടത്തോടെയാണ് രൂപ ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. എണ്ണവിലയിലുണ്ടായ കുറവാണ് രൂപയെ സ്വാധീനിച്ചത്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാന ഘട്ടത്തിലാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും രൂപയെ സ്വാധീനിച്ചു. ഇന്നലെ $96.82 രൂപ വ്യാപാരം ആരംഭിച്ചത്. ഈ വർഷം മാത്രം 7% നഷ്ടം രൂപയ്ക്കുണ്ടായിട്ടുണ്ട്. പിറന്നാൾ ദിവസം ആരാധകർക്കൊപ്പം ദൃശ്യം 3 റിലീസ് കാണാനെത്തി നടൻ മോഹൻലാൽ. കൊച്ചി കവിതാ തിയേറ്ററിലാണ് മോഹൻലാൽ എത്തിയത്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. ആരാധകർക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത്. ജന്മദിനവും ദൃശ്യം 3 സിനിമയുടെ റിലീസും ഒരുമിച്ചെത്തിയതോടെ 2 സന്തോഷങ്ങളും ആരാധകർക്കൊപ്പം ആഘോഷിക്കാനായിരുന്നു മോഹൻലാലിന്റെ തീരുമാനം. സിനിമ കാണാൻ കൊച്ചി കവിതാ തിയേറ്ററിൽ എത്തിയ താരത്തെ ആർപ്പുവിളികളോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. നടി മീന, ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ മോഹൻലാലിനൊപ്പം സിനിമ കാണാൻ എത്തിയിരുന്നു. അതിമനോഹരമായ ജന്മദിനമാണ് ഇത്തവണത്തേതെന്നും വളരെ സന്തോഷമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. അതിമനോഹരമായ ഒരു ബർത്ത്ഡേ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്. ഇന്നൊരു വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇങ്ങനൊരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും സിനിമ ഇഷ്ടമായെന്ന് കരുതുന്നു. 66ാം പിറന്നാൾ ആഘോഷിക്കുന്ന മോഹൻലാലിന് ആരാധകർ ആശംസകൾ നേർന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന പോസ്റ്ററുകളുമായാണ് പലരും തിയേറ്ററുകളിലെത്തിയത്. ദൃശ്യം 3 സിനിമയെക്കുറിച്ചും മികച്ച അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവലായിരുന്നു, അടിപൊളി മൂവിയായിരുന്നു.
ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഫാൻസിന് കിട്ടുന്ന വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. എന്തായാലും പ്രതീക്ഷനെക്കാട്ടി അപ്പുറമായിരുന്നു. അടിപൊളിയാണ്. രണ്ടാം ഭാഗത്തിനൊക്കെ അടിപൊളി പടം. എല്ലാം കളിക്കും. ലാലേട്ടൻ്റെ അഭിനയം എല്ലാം കളിക്കും. പടം കണ്ടതിനൊക്കെ കൂടുതൽ സന്തോഷം. ലാലേട്ടൻ നേരിട്ടുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത്. അടിപൊളി. എല്ലാവരും കാണാം. മസ്റ്റ് വാച്ച്. സെറ്റോട് അടിപൊളി പടമാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമ. പിന്നെ ലാലേട്ടൻ മൊത്തത്തിൽ അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. ഒരു ചെറിയൊരു ക്യാമിയോ ഒക്കെ ഉണ്ട്. സെറ്റാക്കി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ആ ഒരു വൈബ് സെറ്റാണ്. നല്ല സസ്പെൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കൊള്ളാം. മോഹൻലാലിനൊപ്പം മീന, എസ്തർ, അൻസിബ, സിദ്ദിഖ്, ആശ ശരത് തുടങ്ങിയവരും ദൃശ്യം 3യിലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. 2013 ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ കാസർഗോഡ് കരിന്തളത്ത് തുടങ്ങാനിരുന്ന യോഗ നാച്ചുറോപ്പതി സെന്ററിന്റെ പ്രവർത്തനം എങ്ങും എത്തിയില്ല. 100 കിടക്കകളോട് കൂടിയ ആശുപത്രി സമുച്ചയത്തിന് 2019 അന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക്കാണ് തറക്കല്ലിട്ടത്. പദ്ധതിക്കായി 10 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ കൈമാറുകയും ചെയ്തിരുന്നു. കേന്ദ്ര അവഗണനയുടെ നേർക്കാഴ്ചയാണ് ഈ കാണുന്ന വിശാലമായ പാറപ്പുറം. ഒന്നാം NDA സർക്കാരിന്റെ കാലത്താണ് യോഗ നാച്ചുറോപ്പതി സെന്ററിനായി കേന്ദ്ര ആയുഷ് മന്ത്രിയായിരുന്ന ശ്രീപദ് നായിക് കരിന്തളത്തെത്തി തറക്കല്ലിട്ടത്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ച ചടങ്ങിലായിരുന്നു വികസനവും ആരോഗ്യരംഗത്തെ ഭാവി നേട്ടങ്ങളും കൊട്ടിഘോഷിച്ചുള്ള തറക്കല്ലിടൽ നടന്നത്. 2019 ഫെബ്രുവരി മാസത്തിൽ പദ്ധതിക്കായിട്ട തറക്കല്ല് കരിന്തളത്തെ 10 ഏക്കർ പാറപ്പുറത്ത് വെയിലും മഴയും കൊണ്ട് കാലം തള്ളുന്നതല്ലാതെ യോഗ നാച്ചുറോപ്പതി സെന്ററിനായുള്ള യാതൊരു നടപടികളും പിന്നീട് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തറക്കല്ല് പാറപ്പുറത്ത് കിടക്കുമ്പോൾ പദ്ധതിയുടെ ശിലാഫലകം ഓർമ്മയ്ക്കായി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ 10 ഏക്കർ ഭൂമി വിട്ടു നൽകിയിട്ടും പദ്ധതി തുടങ്ങാത്തത് തികഞ്ഞ അവഗണനയെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഒരു ആരോഗ്യ സ്ഥാപനം എന്ന നിലയിൽ 100ഓളം കിടക്കകളും അതുപോലെ തന്നെ റിസർച്ചും കൈകാര്യം ചെയ്യുന്ന നാച്ചുറോപ്പതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിന് ഏറ്റവും അഭിമാനകരമായ ഒരു സംരംഭമായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും കാസർഗോഡ് ജില്ലയിലെ കരിന്തളത്തേക്ക് വന്ന് ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഞങ്ങൾ എത്രയും വേഗം ആരംഭിക്കുമെന്ന പ്രതീക്ഷ നൽകി പോകുന്നു എന്നല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമെല്ലാം മലമടക്കുകളിൽ തട്ടി വനരോധനമായി അവശേഷിക്കുകയാണ്. വിശാലമായി കിടക്കുന്ന ഈ 10 ഏക്കറോളം സ്ഥലം സർക്കാരിന് കൈമാറി എന്നല്ലാതെ, അതുപോലെ തന്നെ ശിലാസ്ഥാപനം നടത്തിയെന്നല്ലാതെ മറ്റൊരു ഉപകാരവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ടില്ല. 80 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 100 കിടക്കകളോടുകൂടിയ യോഗ നാച്ചുറോപ്പതി സെന്റർ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ നടത്തിയിരുന്ന പ്രഖ്യാപനം. പദ്ധതിക്കായി 30 വർഷത്തേക്കാണ് റവന്യൂ ഭൂമി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ വിട്ടു നൽകിയത്. രാജമോഹൻ ഉണ്ണിത്താൻ MP ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് പദ്ധതിക്കായി തുടർ നടപടികളില്ല. അമൃത ന്യൂസ്, കാസർഗോഡ്. തനിക്കെതിരായി ഇടുക്കി DCC പ്രസിഡന്റ് പരാമർശം ദൗർഭാഗ്യകരമെന്ന് ഡീൻ കുര്യാക്കോസ് MP. താൻ ആർക്കെതിരെയും പരസ്യ പ്രസ്താവന നടത്തില്ല. വിഷയം പാർട്ടി ഉന്നത നേതൃത്വം പരിശോധിക്കട്ടെ എന്നും ഡീൻ പറഞ്ഞു. ഇടുക്കിക്ക് ഒരു മന്ത്രി വേണമെന്നായിരുന്നു ആഗ്രഹമെന്നും ഡീൻ കുര്യാക്കോസ് കൂട്ടിച്ചേർത്തു. ഇല്ല, ഞാൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അല്ലല്ല, ഞാനതിനെ സംബന്ധിച്ച് ഒരു പരാതിക്കാരനല്ല. പ്രത്യേകിച്ചും DCC പ്രസിഡന്റുമായി എനിക്ക് യാതൊരു തരത്തിലുമുള്ള പിണക്കവുമില്ല. IPL നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്ലേ ഓഫിലെത്താൻ നേരിയ പ്രതീക്ഷകളെങ്കിലും നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം ഇന്ന് അനിവാര്യമാണ്. വലിയ മാർജിനിൽ ജയിക്കുന്നതിനൊപ്പം മറ്റു ടീമുകളുടെ മത്സരഫലങ്ങൾ കൂടി അനുകൂലമായാൽ മാത്രമേ ചെന്നൈക്ക് 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ കടക്കാനാവൂ. ഇന്ന് തോറ്റാൽ IPL തുടർച്ചയായ 3ാം സീസണിലും പ്ലേ ഓഫ് കാണാതെ ചെന്നൈ പുറത്താവും. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.